ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഡിസംബർ മാസം പൊതുവിതരണ സംവിധാനങ്ങളിലൂടെ 80,74,579 കുടുംബങ്ങൾ ഡിസംബർ മാസം റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോവുകയുണ്ടായി. 84.1%. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിൽ ഡിസംബർ മാസം 222 കോടി രൂപയുടെ വിൽപ്പന നടത്താൻ കഴിയും. ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ പ്രത്യേകം ഇന്ന് പത്രങ്ങളിലൊക്കെ വന്നു. ക്രിസ്മസിൻ്റെ ആ 10 ദിവസങ്ങളിലത് വിൽപ്പന 82 കോടിയുടെ ആ 10 ദിവസത്തെ ക്രിസ്മസ് ഫെയറുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റുകളിലെ വിൽപ്പന. ഭക്ഷ്യ പൊതുവിതരണ മേഖല ഏത് കാലഘട്ടത്തേക്കാൾ ഈ കഴിഞ്ഞ 4.5 വർഷത്തിലധികം വരുന്ന ഈ ഗവൺമെൻറ് കാലയളവിൽ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് പൊതുവിതരണ മേഖലയിലാണെങ്കിലും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെ ന്യായവിലയ്ക്ക് സാധനങ്ങൾ നൽകുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. സംസ്ഥാനത്തെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമായെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അതിന് ജനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ജനങ്ങൾ മുന്നോട്ട് വരണം. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡ് ലഭ്യമായെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കും. ഇതിനായി ഓൺലൈനായി അപേക്ഷിക്കുവാൻ ജനുവരി മാസം 15 മുതൽ വീണ്ടും അവസരം നൽകുകയാണ്. നിലവിൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് അപേക്ഷ വിളിച്ചെങ്കിലും കാർഡ് വിതരണം ചെയ്യാൻ കഴിയാതെ പോയ ഒരു സമയമാണ് കഴിഞ്ഞ മാസം. ആ ഇനത്തിൽ അപേക്ഷ 39,682 അപേക്ഷ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഓൺലൈനിലൂടെ ലഭിച്ച അപേക്ഷയാണ്. ജനുവരി 15 മുമ്പായി മുൻഗണനാ കാർഡുകൾ AAY വിഭാഗത്തിൽപ്പെട്ട 2,389 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 6,950 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് AAY കാർഡ് ഈ ജനുവരി 15 മുമ്പ് കൊടുക്കും. 7-ാം തീയതിയാണ് ഞങ്ങളതിൻ്റെ തീയതി ഉദ്ദേശിച്ചത്. അത് നടപടി പൂർത്തിയാക്കിയാൽ 7-ാം തീയതി കൊടുക്കാൻ കഴിയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് നോക്കിയാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 58,487 AAY കാർഡ് മഞ്ഞ നിറ കാർഡ് നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ ചുമതലയെടുത്തതിന് ശേഷം ഇതുവരെ 5,45,358 പിങ്ക് നിറത്തിലുള്ള PHH കാർഡുകളും നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇതുവരെ 6,03,845 മുൻഗണനാ കാർഡുകൾ ഈ സർക്കാരിൻ്റെ കാലത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണേണ്ടുന്നത് കേരളം സാമൂഹ്യ പ്രാധാന്യം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. 965 മുതൽ സാർവത്രിക സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം നിലനിന്നിരുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ ഭക്ഷ്യക്കമ്മി സംസ്ഥാനം എന്ന നിലയിലും ഈ അവകാശം കേരളം ഒറ്റക്കെട്ടായി പൊരുതി നേടിയതാണ് 965. എന്നാൽ UPAയും NDA ഗവൺമെൻറ്റുകൾ സബ്സിഡികളും സൗജന്യങ്ങളും പരിമിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സാർവത്രിക റേഷനിങ് സംവിധാനം ഇല്ലാതാക്കുകയാണ് ഉണ്ടായത്. 2013 NFSA നിയമപ്രകാരം ഈ വിവേചനത്തിന് നിയമപരമായ അംഗീകാരം നൽകിയത് മൂലം സംസ്ഥാനത്തെ ജനങ്ങളിൽ 57% പേർ റേഷൻ കവറേജിന് പുറത്താവുകയുണ്ടായി. മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ പരമാവധി സംഖ്യ 1,54,80,040 ആയി നിജപ്പെടുത്തുകയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് മാനദണ്ഡം അനുസരിച്ച് നമുക്ക് 1,54,80,040 ആളുകൾക്ക് മാത്രമേ സബ്സിഡി ഈ മഞ്ഞ ചുവപ്പ് കാർഡുകളിലൂടെ ലഭിക്കുന്നുള്ളൂ. ഇതിൽ പെടാത്തവർ ഭക്ഷ്യധാന്യ വിഹിതത്തിന് മാത്രമല്ല ചികിത്സ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ് ഇപ്രകാരം
കവറേജിന് പുറത്തായ മുൻഗണനേതര വിഭാഗത്തെ നീല വെള്ള കാർഡുകാരായി തിരിച്ച് ലഭ്യമായ പരിമിതമായ ട്രേഡ് ഓവർ വിഹിതത്തിൽ നിന്നാണ് ഭക്ഷ്യധാന്യം നൽകി വരുന്നത്. കേന്ദ്രം അടിച്ചേൽപ്പിച്ച നിബന്ധനകൾ മൂലം മുൻഗണനാ വിഭാഗത്തിന് പുറത്തായി പോയ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ തങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരംമാറ്റി ലഭിക്കാൻ സർക്കാരിൻ്റെ വാതിലുകൾ മുട്ടി വർഷങ്ങളോളം നടക്കുന്ന സ്ഥിതിയാണുണ്ടായത്. മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒരു കുടുംബത്തെ ഒഴിവാക്കിയാൽ മാത്രമേ മറ്റൊരു കുടുംബത്തിന് കാർഡ് നൽകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ഹാളിലെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇതിനെ സംബന്ധിച്ച് അന്ന് മുതലുള്ള കാര്യം അറിയാം. അന്ന് നമ്മൾ റിക്വസ്റ്റ് നടത്തിയാണ് ഈ അനർഹരായ പലരും മുൻഗണനാ കാർഡ് കൈവശം വച്ചിരുന്നതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ 1,72,000 കാർഡുകൾ നമുക്ക് സ്വയം പിന്മാറിയതിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. മറ്റ് നിയമ നടപടികളെല്ലാം റിലാക്സ് ചെയ്ത് കൊടുത്ത് സ്വയം പിന്മാറ്റാൻ ഉള്ള ഒരു പരിശ്രമം നടത്തി ഒരു ക്യാമ്പയിൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ പിന്മാറി വന്നത്. അത് അവിടുന്ന് തുടങ്ങിയ ആ പ്രവർത്തനമാണ് പിന്നെ നമ്മൾ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ടും പല ഘട്ടങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ 6,03,845 കാർഡ് അർഹരായ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. നിലവിലുള്ള ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ മസ്റ്ററിംഗ് റേഷൻ കാർഡ് ഹോൾഡേഴ്സായിട്ടുള്ള മുഴുവൻ മുൻഗണനാ കാർഡുകാരും അംഗങ്ങളും നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പറഞ്ഞതനുസരിച്ചുള്ള ആ മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് അത് അവർക്ക് മാത്രം ഭക്ഷ്യധാന്യം നൽകുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ സംസ്ഥാനത്തും 3 മാസക്കാലത്തോളം നീണ്ടുനിന്ന ആ പ്രവൃത്തി നടത്തിയത്. അങ്ങനെ വന്നപ്പോൾ അതിലൂടെ 1,00,000 മുൻഗണനാ കാർഡിൻ്റെ ഒഴിവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ പലരും NRK സ്റ്റാറ്റസിൽ നമ്മൾ പെടുത്തുകയുണ്ടായി. കാരണം സ്റ്റേറ്റിന് പുറത്ത് അതുപോലെ രാജ്യത്തിന് പുറത്തും പോയ മലയാളികളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഉൾപ്പെടും. ഏകദേശം 7 ലക്ഷത്തോളം വ്യക്തികൾ, അല്ലെ മാത്യു, എത്ര കൃത്യ നമ്പർ, 7 ലക്ഷത്തിൽ പരം വ്യക്തികൾ ആ ഇനത്തിൽ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തവരായുണ്ട്. അത് അവർ തിരിച്ചു വന്നാൽ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുത്തി അവർക്ക് വീണ്ടും പഴയതുപോലെ ഭക്ഷ്യധാന്യം നൽകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് നമ്മൾ കേന്ദ്രത്തോട് നടത്തിയത്. എന്നാൽ ആ ഒഴിവ് 1,00,000 മുൻഗണനാ കാർഡുകളുടെ ഒഴിവ് ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒഴിവ് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ അർഹതയുള്ള ആളുകൾ ഇനിയും മുൻഗണനാ കാർഡ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന ജനുവരി 31-നകം അപേക്ഷ നൽകി അവർക്ക് ആ അവസരം ലഭ്യമാക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നത്. എന്നാൽ നമ്മളുടെ ഒരു ആദ്യ പരിശോധനയിൽ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ പലരും അപേക്ഷ നൽകാത്തവരായി, ഈ മുൻഗണനാ കാർഡിന് അർഹത ഉണ്ടായിട്ട് നൽകാത്തവരായി കാണുന്നുവെന്നാണ് നമ്മുടെ ഒരു പരിശോധനയിൽ മനസ്സിലായത്. അതുകൊണ്ട് ആ കുടുംബങ്ങളെ, അവരാണല്ലോ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ അർഹരായവരെ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ ഈ വരുന്ന ദിവസങ്ങൾ വകുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകാത്തതിനാൽ അർഹത ഉണ്ടായിട്ടും മുൻഗണനാ വിഭാഗത്തിൽ പെടാൻ കഴിയാതിരുന്ന 56,932 പട്ടികജാതി SC കുടുംബങ്ങൾക്കും 2,046 ST കുടുംബങ്ങൾക്കും കാർഡ് തരംമാറ്റി നൽകുന്നതിന് വേണ്ടി അവരെ നേരിൽ ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ ലഭ്യമാക്കി മുൻഗണനാ കാർഡ് നൽകാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഈ RI അടക്കമുള്ള നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ കുടുംബങ്ങളെ, അർഹരായിട്ടുള്ള കുടുംബങ്ങൾ, അപേക്ഷ കൊടുത്ത് കൺവെർട്ട് ചെയ്യാത്ത കുടുംബങ്ങളെ നേരിട്ട് സന്ദർശിച്ച് അവരെ അത് ബോധ്യപ്പെടുത്തി അവരെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമം ഈ വരുന്ന 2-3 ആഴ്ചക്കാലം നടത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ വരുന്ന അപേക്ഷകൾ ഓൺലൈനിൽ അർഹതയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. ആ അപേക്ഷകളിൽ അവർക്ക് ആദ്യം കാർഡ് പൂർണ്ണമായിട്ടും കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
ശേഷിക്കുന്ന ഒഴിവുകളിലേക്ക്, അത് കഴിഞ്ഞുള്ള ഒഴിവുകളിലേക്ക് പൊതുവിഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തുന്നതിനായി മേൽപ്രകാരമുള്ള നടപടികൾ തന്നെ കൈക്കൊള്ളുകയാണ്. പൊതുവിഭാഗങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ ഇപ്പം 39,000 അപേക്ഷ കിട്ടിയതുപോലെ തന്നെ വീണ്ടും അടുത്ത മാസം ഈ മാസം 31 വരെ അവർക്കും പൊതുവിഭാഗങ്ങൾക്കും അപേക്ഷ കൊടുക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി പ്രത്യേക താമസ സ്ഥലമില്ലാത്തവരും അലഞ്ഞു തിരിഞ്ഞവരും എല്ലാവരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സർവേയിലൂടെ കണ്ടെത്തി കാർഡുകൾ നൽകിയിരുന്നു. ഏറ്റവും അവസാനം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടതാണ് കോന്നി താലൂക്കിലെ ചെങ്ങറ സമരഭൂമിയിൽ കാർഡില്ലാത്ത 25 കുടുംബങ്ങൾ. അവർക്ക് കാർഡ് അനുവദിക്കുകയും കാർഡ് നൽകുകയും ചെയ്തു. 108 കുടുംബങ്ങൾ ആ ചെങ്ങറ സമരഭൂമിയിലുണ്ടായിരുന്ന കുടുംബങ്ങൾക്ക് പിങ്ക് നിറത്തിലുള്ള PHS കാർഡ് നൽകാനും 125 കുടുംബങ്ങൾക്ക് AAY കാർഡ് നൽകാനും ഉണ്ടായിരുന്ന കാർഡ് തരം മാറ്റി AAY കാർഡ് നൽകാനും ആ സമയത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെങ്ങറ സമരഭൂമിയിൽ ഒരു സഞ്ചരിക്കുന്ന റേഷൻ കട അനുവദിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. അത് അന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞതാണ്. നടപടികൾ പൂർത്തിയാക്കി ഉത്തരവായിട്ടുണ്ട്. ആ ഭൂമിയിൽ ഒന്നിച്ച് താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് റേഷൻ വാങ്ങാൻ വരണമെങ്കിൽ 2-2.5 കിലോമീറ്ററോളം സഞ്ചരിക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ കേന്ദ്രത്തിലേക്ക് ഭക്ഷ്യധാന്യം കൊണ്ടുകൊടുക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. അത് ഈ വരുന്ന ദിവസം നടപ്പാക്കും. മറ്റൊന്ന്, ഈ ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് K-സ്റ്റോർ. റേഷൻ കടകളെ നവീകരിക്കാനും ആധുനീകരിക്കാനും ലക്ഷ്യമിട്ട K-സ്റ്റോർ പദ്ധതി 2500 കടകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ആദ്യം ലക്ഷ്യമിട്ടത്. ആദ്യഘട്ടമായി ഈ ഗവൺമെൻറ് കാലത്ത് ലക്ഷ്യമിട്ടത്. അതിപ്പോൾ 2181 K-സ്റ്റോറുകൾ പ്രവർത്തിച്ചു വരികയാണ്. 152 കടകൾ കൂടി ഉടനെ K-സ്റ്റോറിലേക്ക് മാറാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തോടെ 2500 കടകളിലും K-സ്റ്റോർ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. പല പത്രസമ്മേളനത്തിലും ചർച്ചയിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ് മുൻഗണനേതര വിഭാഗങ്ങൾക്ക് ഗോതമ്പ് ലഭ്യമാക്കണമെന്ന വിഷയം. നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ മാസം മുതൽ കഴിഞ്ഞ 4 വർഷത്തിന് ശേഷം ഗോതമ്പ് വിഹിതം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. കാർഡ് ഒന്നിന് 2 കിലോഗ്രാം വീതം ആട്ടയാക്കി ഈ മാസം അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി ഈ മാസം മുതൽ വിതരണം ചെയ്യാനുള്ള ഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. ക്രിസ്മസ് പുതുവത്സര വിപണി ഇടപെടൽ. കാര്യക്ഷമമായ വിപണി ഇടപെടൽ പ്രവർത്തനത്തിലൂടെയാണ് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ ഉത്സവവേളകൾ ഉൾപ്പെടെ വിലക്കയറ്റം ഉണ്ടാകാതെ വിപണി സ്ഥിരത നിലനിർത്താൻ സർക്കാരിന് കഴിഞ്ഞത്. കഴിഞ്ഞ ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെയും അരിയുടെയും വില പൊതുമാർക്കറ്റിൽ ഉയരുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫലപ്രദമായി തടയാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്മസ് പുതുവത്സര സീസണിൽ സമാനമായ ഇടപെടൽ സപ്ലൈകോ നടത്തി. ഈ സീസണിൽ സപ്ലൈകോയ്ക്ക് 82 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി. അതിൽ 36.6 കോടി രൂപയാണ് സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന. ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെയുള്ള 10 ദിവസത്തെ കാലയളവിലെ കണക്കാണ് ഞാനിപ്പം പറഞ്ഞത്. ഇതിൽ ഡിസംബർ 25 അവധിയായിരുന്നു. നെല്ല് സംഭരണത്തെ സംബന്ധിച്ച് സംസ്ഥാനത്ത് 1-ാം വിള നെല്ല് സംഭരണം മിക്കവാറും പൂർത്തിയായ ഘട്ടത്തിലാണ്. 36,311 കർഷകരിൽ നിന്നായി 91,280 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. ഇതിൻ്റെ വില 274.9 കോടി രൂപയാണ്. ഇതിൽ 154.9 കോടി രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞു. ശേഷിച്ച തുക ബാങ്കുകൾ വഴി PRS വായ്പയായി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നൽകേണ്ട തുകകൾ തടഞ്ഞു വയ്ക്കുകയോ യഥാസമയം നൽകാതിരിക്കുകയോ ചെയ്യുന്നത് വഴി വലിയ പ്രയാസമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതുമൂലം കർഷകർക്ക് വിഷമം നേരിടാതിരിക്കാൻ പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ വകയിരുത്തിയ തുക മുൻകൂറായി നൽകിക്കൊണ്ടാണ് നിലവിൽ ബാങ്കുകൾക്ക് മുൻകാല വായ്പാ തിരിച്ചടവ് നൽകി സർക്കാർ കർഷകർക്ക് PRS വായ്പ മുടങ്ങാതെ ലഭ്യമാക്കുന്നത്. 2017-18 മുതൽ
ഇതുവരെ 1344 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഇതിൽ 221.52 കോടി രൂപ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള NICയിൽ വന്നിട്ടുള്ള സാങ്കേതിക പിഴവിൻ്റെ പേരിലാണ്. മുമ്പ് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. 257.41 കോടി രൂപ ട്രാൻസ്പോർട്ടേഷൻ കുടിശ്ശികയാണ്. ബാക്കി വരുന്ന തുകയെല്ലാം തന്നെ വിവിധ സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് അന്യായമായി തടഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച ക്ലെയിമുകളിൽ തന്നെ 2024-25 വർഷത്തെ 206.46 കോടി രൂപയും 2025-26 വർഷത്തെ 284.91 കോടി രൂപയും ലഭിക്കാനുണ്ട്. ഇത് കർഷകന് PRS വായ്പയിലൂടെ നമ്മൾ സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ MSP തുക ഉൾപ്പെടെയുള്ള തുക പൂർണ്ണമായും കൊടുത്തു തീർത്തതാണ്. കഴിഞ്ഞ വർഷത്തെ നെല്ല് സംഭരണത്തിൽ ഒരു സിംഗിൾ പൈസ ഇനി കൊടുക്കാനില്ല. ഈ വർഷത്തെ ആദ്യ സീസണിൻ്റെ കണക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം കുടിശ്ശിക അധികം കാലാവധി കൊടുക്കാനുള്ളത് അധികം കാലാവധി വരാതെ എത്രയും വേഗത്തിൽ കൊടുക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. വരുന്ന സീസൺ രണ്ടാം സീസണിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് സംഭരിക്കാൻ പോകുന്നത്. ആ സീസണിൽ പരമാവധി വേഗതയിൽ നെല്ല് സംഭരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ പണം കൊടുക്കാനുള്ള നടപടികളെക്കുറിച്ചുള്ള ആലോചനയും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോറിൽ നമ്മൾ ആരംഭിച്ചിട്ടിപ്പോൾ 1 വർഷത്തോളം ആകാൻ പോകുന്നു. 43 കോടി രൂപയുടെ വിൽപ്പന സ്റ്റോറിലെ വിവിധ ഉൽപ്പന്നങ്ങൾ സേവനങ്ങളിലൂടെ നമ്മുടെ റേഷൻ വ്യാപാരികളുടെ കയ്യിൽ വന്നിട്ടുണ്ട്.